بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. إن شاء الله. تبارك الله. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ പഠിതാക്കളായ പ്രിയമുള്ള കൂട്ടുകാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ സൂറത്തു ഷംസിൻ്റെ 3-ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. സൂറത്തു ഷംസ്, വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ. വശംസി എന്താണ്? സൂര്യനെ കൊണ്ട് സത്യം. വദുഹാഹ, ആ സൂര്യൻ്റെ ഏറ്റവും പ്രഭാപൂരിതമായ പൂർവാന്നത്തെ കൊണ്ട് സത്യം. വൽഖമരി ഇദാ തലാഹ, പിന്നെ ചന്ദ്രനെ കൊണ്ട് സത്യം. ഇദാ തലാഹ, ആ ചന്ദ്രൻ സൂര്യനെ പിന്തുടർന്നു കഴിഞ്ഞു. വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. പകലിനെ കൊണ്ട് സത്യം, അല്ലേ? ഇദാ ജല്ലാഹ, ആ പകല് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രഭാപൂരിതമാക്കിയാൽ. വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ. എന്താ പറഞ്ഞേ? രാത്രിയെ കൊണ്ട് സത്യം. ഇദാ യഗ്ശാഹ, ആ രാത്രി മൂടിക്കഴിഞ്ഞാൽ ഉള്ള ആ ഒരു സത്യമാണ്. മൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ടുള്ള പറയാണ് ആ രാത്രിയെ കൊണ്ട് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ. സമായി, ആകാശത്തെ കൊണ്ട് സത്യം. വമാ ബനാഹ, അതിനെ നിർമ്മിച്ച ശക്തിയെ കൊണ്ട് സത്യം. പിന്നെ വൽ അർദി വമാ തഹാഹ, ഭൂമിയെ കൊണ്ട് സത്യം. ആ ഭൂമിയെ നിവാസയോഗ്യമാക്കി, താമസയോഗ്യമാക്കി പരത്തിയ ശക്തിയായ അള്ളാഹുവിനെ കൊണ്ട് സത്യം, അല്ലേ? പിന്നെ വനഫ്സിൻ വമാ സവ്വാഹ, വനഫ്സിൻ, ഒരു ആത്മാവ്, ഒരു ശരീരത്തെ കൊണ്ട് സത്യം. വമാ സവ്വാഹ, അതിനെ ചൊവ്വാക്കി, നല്ല രീതിയിൽ അതിനെ നിർമ്മിച്ചു മനോഹരമാക്കിയ ശക്തി, അല്ലേ? ഏറ്റവും നല്ല മനോഹരമായ നിലയിൽ ആ നഫ്സിനെ അല്ലാഹു തആല ചൊവ്വാക്കി. പിന്നെന്താ പറഞ്ഞ? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാ. ആ നഫ്സിനെ നിർമ്മിച്ച് ചൊവ്വാക്കി മനുഷ്യരൂപം നൽകിയതിന് ശേഷം അതിൽ നന്മയും തിന്മയും, ഫുജൂർ എന്ന് പറഞ്ഞാൽ മോശത്തരങ്ങൾ, ദുഷ്ടതകൾ, അതിനെ മനസ്സിലാക്കി കൊടുത്തു. തഖ്വാഹ, നന്മയും മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയുള്ള അള്ളാഹുവിനെ കൊണ്ട് സത്യം. ഇത്രയും സത്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ.
ശക്തമായ ഭാഷയിൽ ആണയിട്ട് പറയുന്നു അള്ളാഹു, ആരാണോ ഈ നഫ്സിനെ, ആത്മാവിനെ സംസ്കരിച്ചത്, നന്നാക്കിയത്, അവൻ വിജയശ്രീലാളിതനായി കഴിഞ്ഞു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ അതിനെ ചീത്തയാക്കിയത്, മോശപ്പെടുത്തിയത്, അവൻ പരാജയപ്പെട്ടു കഴിഞ്ഞു. പരാജയപ്പെടുമെന്നല്ല, പരാജയപ്പെട്ടു കഴിഞ്ഞു. സൂറത്ത് ബലദ് കഴിഞ്ഞാണ് സൂറത്ത് ഷംസ് അല്ലേ? സൂറത്ത് ബലദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാട്, പരിശുദ്ധമായ മക്ക അല്ലേ? ബലദിന് ശേഷം ഷംസ് വന്നു അല്ലേ? ലോകത്തിന്റെ ഷംസാണ് മക്ക, കഅബ ശരീഫ് ലോകത്തിന്റെ സൂര്യനാണ് അല്ലേ? ആ ബലദിനെ കൊണ്ട് സത്യം ചെയ്ത് ആണയിട്ടെല്ലാം പറഞ്ഞതിന് ശേഷം താഴോട്ട് വന്ന ഒറ്റ അവസാനമായിട്ട് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിച്ച എന്താണ്? 2 വിഭാഗം ആളുകൾ, അസ്ഹാബുൽ മൈമനയും അസ്ഹാബുൽ മഷ്അമയും. നന്മയുടെ അഹ്ലുകാര്, വലതുപക്ഷത്തിന്റെ ആളുകൾ, അവര് സ്വർഗത്തിലാണ്. മറ്റവരെ സംബന്ധിച്ചിടത്തോളം മഷ്അമ അല്ലേ, ഇടതുപക്ഷത്തിന്റെ ആളുകൾ, അവര് സർവനാശത്തിലാണ്. അപ്പോൾ ആരാണ് നന്മ? വലതുപക്ഷം, അതായത് അലം നജഅൽ ലഹു ഐനൈനി വലിസാനും വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ വ മിസ്കീനൻ ദാ മത്രബ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. അവരാണ് വലതുപക്ഷത്തിന്റെ ആളുകൾ, സ്വർഗവാസികൾ. പിന്നെ വല്ലദീന കഫറൂ ബി ആയാത്തിനാഹും അസ്ഹാബുൽ മഷ്അമ, ആരാണോ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചത് അവരാരാണ്? മഷ്അമയുടെ ആളുകളാണ്. മഷ്അമ എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ ഇടതുപക്ഷക്കാർ, നരകവാസികളാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് ആരാണ് അസ്ഹാബുൽ മൈമന അസ്ഹാബുൽ മഷ്അമ. അതൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി അള്ളാഹു കുറേ വസ്തുക്കൾ, കുറേ ശക്തികൾ, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങളെ എടുത്തുകൊണ്ട് സത്യം ചെയ്ത് ആണയിട്ട് പറയും. അസ്ഹാബുൽ മൈമന ആരാണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹ. അസ്ഹാബുൽ മഷ്അമ ആരാണ്? വഖദ് ഖാബ ദസ്സാഹ അല്ലേ? അതിന് ആണയിടാൻ വേണ്ടി അള്ളാഹു എടുത്ത ഓരോ കാര്യങ്ങളും, ഓരോ വസ്തുക്കളും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അറിയിക്കുന്ന ആയാത്തുകളാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഷംസിനെ കുറിച്ചാണ്, വിശാലമായ പ്രപഞ്ചത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് അല്ലേ? വശംസി വദുഹാഹ, സൂര്യനെ കൊണ്ട് സത്യം. വദുഹാഹ, സൂര്യന്റെ പൂർവാന സമയം. ദുഹായെ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം സൂര്യൻ ഏറ്റവും കൂടുതൽ പ്രശോഭിക്കുന്ന സമയമാണ്. നല്ല ലോകത്തിന് മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന സമയമാണ് സഹോദരൻ അല്ലേ? ആ ഒരു ളുഹാ സമയമാകുമ്പോഴാണ് എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. മനുഷ്യനും ഭൂലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഹർക്കത്തിലാകുന്ന സമയമാണ് അല്ലേ? അശംസി വളുഹാഹ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ് ളുഹ. അതുകൊണ്ടാണ് ആ സമയത്ത് ളുഹയുടെ നമസ്കാരം സുന്നത്താക്കിയത്. പകലിലെ സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് ളുഹ നമസ്കാരം അല്ലേ? അതിനുശേഷം ഖമറിനെ കുറിച്ച് പറഞ്ഞു. വൽ ഖമരി ഇദാ തലാഹ, ഖമർ ചന്ദ്രൻ, ഇദാ തലാഹ അതിനെ പിന്തുടരുന്ന സമയം അല്ലേ? ഖുർആൻ ഷരീഫിൽ അല്ലാഹു ഷംസിനെ കുറിച്ച് പറഞ്ഞു വജഅല ശംസ ദിയാ എന്നാ പറഞ്ഞു. ഷംസ് ദിയാ ആണ്, വെളിച്ചം. വജഅലൽ ഖമറ നൂറൻ, ഖമറിനെ കുറിച്ച് പറഞ്ഞ എന്താ? പ്രകാശം. ദിയാ, വെളിച്ചം വേണം. ഭൂലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും, സർവ്വചരാചരങ്ങൾക്കും ദിയാ ആവശ്യമാണ്, വെളിച്ചം ആവശ്യം അല്ലേ? എന്നാൽ അതേപോലെ തന്നെ ആ വെളിച്ചം ചിലപ്പോഴങ്ങ് കൂടും അല്ലേ? ശക്തിയായി കഴിഞ്ഞാൽ പിന്നെ ചൂട് കൂടിക്കഴിഞ്ഞാൽ പ്രയാസമാണ് അല്ലേ? ഷംസിന്റെ ചൂട് കൂടിക്കഴിഞ്ഞാൽ, അനിയന്ത്രമായി കഴിഞ്ഞാൽ അതിന്റെ പ്രകാശം. അപ്പോൾ ആ ഒരു ചൂടിന്റെ കാഠിന്യം അനുഭവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തണുപ്പ്, ഒരു സമാധാനം, ഒരു പ്രകാശം, ഒരു സാന്ത്വനം, ഒരു ഈനാസ് നൽകാൻ വേണ്ടിയാണ് ഖമറിന്റെ പ്രകാശം തന്നെ. ഖമരി ഇദാ തലാഹ, ഖമറിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു വജഅലൽ ഖമറ നൂറൻ, അത് പ്രകാശമാണ്. ആ നൂർ എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഷംസിൽ നിന്ന് കിട്ടുന്നത്.
പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പ്രിയമുള്ളവരെ അത് നൂറാണ്, പ്രകാശമാണ്. ആ പ്രകാശം എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമാണ്. വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ, പകലിനെ കൊണ്ട് സത്യം, ഇദാ ജല്ലാഹ, ആ പകൽ പ്രകാശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. പകല് പ്രകാശിപ്പിക്കപ്പെട്ടു. അപ്പൊ എത്ര പ്രകാശം അല്ലാഹ് പറഞ്ഞു. ദുഹ പറഞ്ഞു, ഖമറിന്റെ പ്രകാശം പറഞ്ഞു, നഹാറിന്റെ പ്രകാശം പറഞ്ഞു, അല്ലേ? നഹാറിന്റെ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ പ്രകാശങ്ങളൊക്കെ ഷംസിലൂടെ കിട്ടിയ പ്രകാശങ്ങളാണ്. നഹാർ കിട്ടിയ പ്രകാശം ഷംസിലൂടെയാണ് കിട്ടിയത്. ഷംസ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, ലോകത്തിന് മുഴുവൻ പ്രകാശം. ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ലോകം മുഴുവൻ ഇരുട്ടായിപ്പോ. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെടും, നശിക്കപ്പെടും, അല്ലേ? വെളിച്ചം കിട്ടിയില്ല. സസ്യലതാദികളെല്ലാം അത് വളരണമെങ്കിൽ, കൃഷി വിഭവങ്ങളൊക്കെ എല്ലാത്തിനും സൂര്യന്റെ പ്രകാശം ആവശ്യമാണ്. മനുഷ്യന്റെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശം ആവശ്യമാണ്, എല്ലാത്തിനും ആവശ്യമാണ്. അത് കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെ അത് അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവളവരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത് ഈ പ്രകാശങ്ങളുടെയൊക്കെ സ്രോതസ് എവിടെയാണ്. അള്ളാഹു പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു മാത്രം, അല്ലേ? അള്ളാഹു മാത്രം. അപ്പൊ അന്ന് പ്രകാശമില്ലായിരുന്നു, ഹർഷദേ? പ്രകാശമില്ലായിരുന്നു. സൂര്യനുണ്ടെങ്കിലേ പ്രകാശം കിട്ടത്തോളോ? സൂര്യനുണ്ടെങ്കിലേ പ്രകാശം കിട്ടത്തോളോ? സൂര്യൻ ഉദിച്ചല്ലേ പ്രകാശമില്ലേ? സൂര്യനെ സൃഷ്ടിച്ചാരാണ്? അല്ലാഹ്. പ്രിയമുള്ളവരെ, ഈ പ്രകാശങ്ങളും സൂര്യന്റെ പ്രകാശവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സൗരയൂഥമാകുന്ന കുടുംബത്തിലെ ഒരു ചെറിയ അംഗം മാത്രമാണ് ആര്? ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ. 30,000 മില്യൺ നക്ഷത്രങ്ങൾ സൗരയൂഥത്തിലുണ്ട്. എത്ര? 30,000 മില്യൺ. 2 എന്ന സംഖ്യയോടുകൂടി 24 പൂജ്യം ചേർത്താലെന്ന് കൂട്ടി നോക്കി എത്ര? അതിൽപ്പെട്ട ഒരംഗം മാത്രമാണ്. സൂര്യനേക്കാൾ 25 മില്യൺ മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വേറെയുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ നക്ഷത്രം. ഇതിനൊക്കെ പ്രകാശം എവിടെ നിന്ന് കിട്ടി? വെളിച്ചം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശഭൂമികളുടെ നൂറാണ്. അല്ലാഹു ആകാശഭൂമി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക. പറഞ്ഞെല്ലാരും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിവജ്ഹി നൂരിക്കല്ലദി അഷ്റഖത് ലഹുസ് സമാവാതു വൽ അർദ്. അഷ്റഖത് ലഹുസ് സമാവാതു വൽ അർദ് അൻ തജ്അലനി ഫീ ഹിർസിക് വഫീ ഹിഫ്ളിക് വഫീ ജിവാരിക്. എന്താ സഹോദരങ്ങളെ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക്, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ബിവജ്ഹി നൂരിക്കല്ലദി, നിന്റെ പ്രകാശത്തെ കൊണ്ട്. ആ പ്രകാശം എന്താണ്? അഷ്റഖത് ലഹുസ് സമാവാതു വൽ അർദ്. ആ പ്രകാശമാണ് ആകാശഭൂമികളെ മുഴുവൻ പ്രകാശിപ്പിച്ച പ്രകാശം. അല്ലാഹ്. ആ പ്രകാശത്തിന്റെ ഒരംശം മാത്രമാണ് സഹോദരങ്ങളെ സൂര്യന്റെ പ്രകാശവും ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും പ്രകാശം. അല്ലാഹ്. ആ പ്രകാശത്തിലേക്ക് എത്തിച്ചേരാൻ എത്ര ദൈർഘ്യം വേണം? കാലയളവ് പറ, എത്ര ദൈർഘ്യം വേണം?
അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് എത്താൻ വേണ്ടി. അതിന്റെ യഥാർത്ഥ പ്രകാശം സൂര്യന്റെ പ്രകാശം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കോടിക്കണക്കിന് ഒരു അംശം മാത്രമാണ് സൂര്യന്റെ പ്രകാശം. അത് തന്നെ നമ്മൾ ക്ലാസ്സിൽ കേട്ടതാണ്, പഠിച്ചതാണ്. ഏത് 15 മില്യൺ അല്ലേ, 15 മില്യൺ കിലോമീറ്ററുകൾക്കപ്പുറമാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അന്തരം. ആ പ്രകാശ ചൂട് പോലും നമുക്കിപ്പം താങ്ങാൻ പറ്റുന്നില്ല അല്ലേ. അപ്പം യഥാർത്ഥ പ്രകാശമുണ്ടല്ലോ അള്ളാഹുവിന്റെ നൂറ്, അതിലേക്ക് എത്തിച്ചേരുന്നതിന് സഹോദരങ്ങളെ എത്രയാണ്? നമ്മൾ ഖുർആനാണ് സംസാരിക്കുന്നത്, അവിടുന്ന് ഇവിടുന്നുള്ള ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ഖുർആന്റെ വെളിച്ചത്തിൽ പറയാൻ തഅറുജുൽ മലായികത്തു പറഞ്ഞു, സൂറത്തുൽ സൂറത്തുൽ മആരിജ് അല്ലേ, തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. സുബ്ഹാനല്ലാഹ്. മലക്കുകൾ അവനിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു, അള്ളാഹുവിലേക്ക് എത്തുന്നു. വറൂഹു ഇലൈഹി, റൂഹായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അവനിലേക്ക് കയറുന്നു. തഅറുജ് കയറി പോകുന്നു. ഫീ യൗമിൻ, ഒരു ദിവസത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിച്ചു. കാന മിഖ്ദാറുഹു 50,000 സന, അതിന്റെ കാലയളവ് ഡ്യൂറേഷൻ 50,000 വർഷമാണ്. സുബ്ഹാനല്ലാഹ്. എത്ര? 50,000 വർഷം. ഈ 50,000 വർഷം ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. അല്ലാഹുവിന്റെ അടുക്കലുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 സന എത്ര? 1000 വർഷത്തിന് തുല്യമാണ് ഒരു ദിവസം. ഇന്ന യൗമൻ ഇൻദ റബ്ബിക, അല്ലാഹുവിന്റെ അടുക്കലുള്ള ഒരു ദിവസം നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ദിവസത്തിന്റെ 1000 വർഷത്തിന് തുല്യമാണ് ഒരു ദിവസം അല്ലാഹുവിന്റെ അടുക്കൽ. ഇതുമുള്ളവരെ നമ്മുടെ ഈ 60 വർഷം 70 വർഷം അല്ലെങ്കിൽ 100 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് വെച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ ഉള്ള ഒരു ദിവസത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേവലം ചില മിനിറ്റുകൾ മാത്രം, ചില മണിക്കൂർ നമ്മൾ ഈ ഭൂമിയിലെ ജീവിതമല്ലേ. പോട്ടെ, ഒരു 100 വർഷം ജീവിച്ചെന്ന് വെച്ചു, എന്നാലും എത്രയാണ്? കേവലം ചില മിനിറ്റുകൾ മാത്രം. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു എല്ലായിടത്തും ഗദൻ 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 എന്ന് പറയുന്നത്. നാളത്തെ ജീവിതം. അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ലോകത്ത് മുഴുവൻ പ്രകാശം പരത്തുന്നത് അള്ളാഹുവിന്റെ പ്രകാശമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس لعلهم يتذكرون. ആ നൂറാ നമുക്ക് വേണ്ടത്. ആ നൂറ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ ഖുർആന്റെ ദർസ്. വല്ലൈലി അല്ല വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. അള്ളാഹുവിന്റെ ആ നൂറിന്റെ ഒരു അംശം കാരണമായിട്ടാണ് ഈ ഭൂലോകത്ത് മുഴുവൻ നൂറ് പ്രകാശം കിട്ടുന്നത്. സഹോദരങ്ങൾ, സൂര്യനിൽ നിന്നും ചന്ദ്രൻ നൂറ് വാങ്ങിക്കുന്നു അല്ലെ, പ്രകാശം വാങ്ങിച്ചു. ആ പ്രകാശം ഭൂലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും സന്തോഷവും നൽകും. അതേ അള്ളാഹുവിന്റെ നൂറിൽ നിന്നും ഉള്ള ഒരു നൂറാണ് പരിശുദ്ധമായ ഖുർആൻ. നമുക്കൊക്കെ തണുപ്പും സന്തോഷവും ആനന്ദവും നൽകുന്ന നൂറാണ് ഇത്, പരിശുദ്ധമായ ഖുർആൻ. ആ നൂറ് നമുക്ക് വേണ്ടേ? ആ നൂറ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മുമ്പ് സൂറത്തുൽ അലം നശ്റഹ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഏതാണ് ആയത്ത്? അഫ്മൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. ഏതൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി അവന്റെ ഹൃദയത്തെ അള്ളാഹു തുറന്നു കൊടുത്തോ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അവനാരാണ്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള, റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശത്തിലാണ്. സഹോദരങ്ങളെ, ആ പ്രകാശമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള നൂറാണ് പരിശുദ്ധമായ ഖുർആൻ. നോക്കിയേ, സൂറത്തു ഷംസ് പഠിക്കുന്ന സമയത്ത് ഷംസ് ഓതുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വശംസി വദ്ദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ, ഒരു മുഅ്മിൻ ചിന്തിക്കുന്നത് എന്താണ്? അവൻ ചിന്തിക്കുന്നത്, പഠിച്ചവനെ, എനിക്ക് ആഖിറത്തിന്റെ ഷംസിനെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ, പരലോകത്തിന്റെ ഷംസ്. എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർക്ക് അപ്പുറത്തുള്ള ഷംസ്, അതിന്റെ സൂര്യൻ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നാളെ 1 മൈൽ പൊക്കത്തിലാണ് ആഖിറത്തിന്റെ സൂര്യനുള്ളത്, അല്ലേ? അതെങ്ങനെ എനിക്ക് താങ്ങാൻ കഴിയും? പകൽ സമയത്ത് അള്ളാഹു പകല് നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയാ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ പകല്. ആ പകല് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി മനുഷ്യൻ യാത്ര ചെയ്യുന്നു, ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് എന്താ? ഇന്നലക ഫിന്നഹാരി സബഹൻ തവീല, പകലിന് അങ്ങക്ക് എന്താണ്? ദീർഘമായ നീന്തലുണ്ട്, ജോലി തിരക്കുകളുണ്ട്, അങ്ങക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. പ്രിയമുള്ളവരെ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പകൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലേ? വെളിച്ചമില്ല നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇബാദത്തുകൾ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപജീവനം തേടി പുറപ്പെടാൻ പറ്റൂ. വലൈക്കും അസ്സലാം. ഉപജീവനം തേടി പിന്നെ ഉപജീവനം തേടി പുറപ്പെടണമെങ്കിൽ നമുക്ക് വെളിച്ചം വേണം. അതുപോലെ തന്നെ ജിഹാദിന്റെ വഴിയിലുള്ള യാത്രകൾ, അതിന് നമുക്ക് വെളിച്ചം ആവശ്യമാണ്, അല്ലേ? വെളിച്ചമില്ലാതെ പറ്റുമോ? കയറിയിരിക്കും. ഇന്നലക ഫിന്നഹാരി സബഹൻ തവീല, പകൽ സമയത്ത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ചലനങ്ങളും ഇബാദത്താണ് സഹോദരൻ. ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന പള്ളിയിൽ നമ്മൾ കയറി ഇബാദത്ത്, അത് മാത്രമേ ഇബാദത്തുള്ളൂ. പുറത്തുള്ള യാത്രകളെ കുറിച്ച് എല്ലാവരും ദുനിയാവിന് വേണ്ടി പോകുന്നതാണ്. ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടം എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ഒരാള് ഹലാലായ വരുമാനം നിയത്ത് ചെയ്തുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുന്ന പകൽ ഇബാദത്താണ്. കസ്ബുൽ ഹലാല് ഇബാദത്താണ്. കാരണം തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കു വേണ്ടി ഉപജീവനത്തിന് വേണ്ടി ഒരാൾ യാത്ര ചെയ്യുന്നു, പുറപ്പെടുന്നു, കഷ്ടപ്പെടുന്നു, പാടുപെടുന്നു. അത് ഉദ്യോഗമാകട്ടെ, തൊഴിലാകട്ടെ, കൃഷിയാകട്ടെ, മറ്റ് ഏത് ബിസിനസ് ആകട്ടെ, ഏതല്ല, നിനക്ക് വിളിച്ച ആവശ്യമാണല്ലേ? അത് ഇബാദത്താണ് സഹോദരങ്ങളെ. കാരണം എന്താണ്? നമ്മൾ അങ്ങനെ അധ്വാനിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും കഴിക്കുന്നത് ഹറാമായ മുതലായിരിക്കും. ഏതൊരു ശരീരത്തെ ഊട്ടപ്പെട്ടിരിക്കുന്നോ എന്താണ്? കുല്ലു ലഹ്മിൻ ഉദിയ ഫിൽ ഹറാമി ഫഹു അഹഖു ബിന്നാർ. ഏതൊരു ശരീരത്തെ ഹറാമിൽ ഊട്ടപ്പെട്ടോ അത് നരകത്തിന് ബന്ധപ്പെട്ടതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളെ എല്ലാം കൊടുക്കുന്ന വസ്ത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും നമ്മുടെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിനൊക്കെ കൊടുക്കുന്നത് അത് 100% ഹലാലാണ്. അപ്പൊ കസ്ബുൽ ഹലാലിന് വേണ്ടിയുള്ള നമ്മുടെ യാത്ര, നമുക്ക് വെളിച്ചം ആവശ്യമാണ്, അല്ലേ? പകൽ സമയത്ത് നമ്മുടെ ബന്ധുമിത്രാദികളെ കാണാൻ വേണ്ടി പോകുന്ന വെളിച്ചം ആവശ്യമാണ്. വന്നഹാരി ഇദാ ജല്ലാഹ, അല്ലേ? അതൊരു ഇബാദത്തല്ലേ? പാവങ്ങൾ, സാധുക്കൾ, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെ, അത് ഇബാദത്തല്ലേ? അല്ലേ? അത് ഇബാദത്തല്ലേ? അതിന് വെളിച്ചം ആവശ്യമല്ലേ? അങ്ങോട്ട് നോക്കൂ, അത് ഇബാദത്തല്ലേ? അതുപോലെ തന്നെ പകല് ദീനിന്റെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ പാതയിൽ നമുക്കതിന് വെളിച്ചം വേണ്ടേ? ദീനിന്റെ പാതയിലുള്ള യാത്രകൾ, അതിന് നമുക്ക് വെളിച്ചം ആവശ്യമാണ്. വന്നഹാരി ഇദാ ജല്ലാഹ, ജിഹാദിന്റെ വഴിയിലുള്ള യാത്രകൾ, അതിനും വെളിച്ചം ആവശ്യമാണ്. നമ്മൾ ഖുർആന്റെ ദർസുകൾ കേൾക്കാൻ വേണ്ടി യാത്ര ചെയ്ത് വരുന്നു. നമ്മുടെ യാത്രകൾക്ക് നമുക്ക് വെളിച്ചം ആവശ്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ എത്ര വലിയ നിഅമത്താണ് സഹോദരങ്ങളെ, എത്ര വലിയ അനുഗ്രഹമാണ്. ജഅൽന അന്നഹാറ മആശ, പകലിനെ നാം ആക്കി, മആശ മനുഷ്യനവൻ ഉപജീവനത്തിന്റെ മാർഗമാക്കി, വഴിയാക്കി അള്ളാഹു. വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ, രാത്രിയെ കൊണ്ട് സത്യമായ രാത്രി മൂടിക്കഴിഞ്ഞാൽ, രാത്രി നമുക്ക് ആവശ്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അല്ലേ? രാത്രി സമയത്ത് വജഅൽന ലൈല ലിബാസ, നാം രാത്രിയാക്കി, ലിബാസാക്കി എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രമാക്കി തന്നു. നമ്മൾ ഒന്ന് നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഒന്ന് അണയുമ്പോഴാണ് നമുക്ക് ശരിക്കിടന്ന് ഉറങ്ങാൻ കഴിയുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾക്ക് കൂടുതൽ ജീവനും ശക്തിയും കിട്ടുന്ന സമയങ്ങൾ രാത്രിയാണ് കൂടുതൽ, അല്ലേ? രാത്രിയുള്ള നന്മകൾക്ക്, ഇബാദത്തുകൾക്കും പകലുള്ള ഇബാദത്തുകളെക്കാളും നന്മകളെക്കാളും നമുക്ക്, കാരണം പകൽ പലരും കാണും, ചിലപ്പോൾ അതിനകത്ത് ഇഖ്ലാസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രാത്രി സമയത്ത് ആരും കാണുന്നില്ല.
നിശയുടെ നിശബ്ദതയിൽ ചെയ്യുന്ന നന്മകൾക്ക് ഭയങ്കര പുണ്യമാണ്. അതുകൊണ്ട് രാത്രിയുള്ള നന്മകളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഖുർആൻ ഷരീഫിൽ, അല്ലേ? ഖുർആൻ ഷരീഫ് ഇറക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നഹാറുൽ ഖദ്ർ എന്നല്ല പറഞ്ഞത്, ഖദറിന്റെ രാത്രി ആണ് നാം ഖുർആൻ ഇറക്കിയത്. ഖദറിന്റെ എന്താണ്, ഖദറിന്റെ പകലെന്ന് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രകാശമായ, ഭൂലോകത്തിന് മനുഷ്യരാശിക്കും പോലും പ്രകാശവും വെളിച്ചവുമായ ഖുർആനിനെ അള്ളാഹു മനുഷ്യർക്ക് നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഇതൊരു രാത്രിയാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞത് എന്താണ്? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. രാത്രിയുടെ സമയത്ത് എഴുന്നേറ്റ് നീ തഹജ്ജുദ് നമസ്കരിക്കുക, അള്ളാഹു നിനക്ക് മഖാമൻ മഹ്മൂദിലേക്ക് നീ എത്തിച്ചേരും. ആ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എത്ര കാര്യങ്ങൾ? 4 കാര്യങ്ങളല്ലേ മോനെ? സ്വർഗത്തിൽ കയറാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞെന്താണ്? അത്ഇമുത് തആം വഅഫ്ശുസ് സലാം, പിന്നെ ഉഊദുൽ മരീദ് വസല്ലു ബില്ലൈലി വന്നാസു നിയാമൻ തദ്ഖുലുൽ ജന്നത ബിസ്സലാം. ശരിക്കും ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും. മാഷാ അല്ലാഹ്, ദാറുൽ ഖുർആനിലുള്ള എല്ലാവരും ഭക്ഷണം കൊടുക്കാൻ ആർക്കും മടിയില്ല, എല്ലാവരും കൊടുക്കും, അല്ലേ? പിന്നെന്താ? വഅഫ്ശുസ് സലാം, കാണുന്നവർക്കെല്ലാം സലാം വ്യാപിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഉഊദുൽ മരീദ്, രോഗികളെ സന്ദർശിക്കുക. പിന്നെ സല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുക, ഇബാദത്ത് ചെയ്യുക. തദ്ഖുലുൽ ജന്നത ബിസ്സലാം, സുഖമായിട്ട് നല്ല സലാമത്തോടു കൂടി ഒരു പ്രശ്നവുമില്ലാതെ സ്വർഗത്തിലേക്ക് നിനക്ക് കിടക്കാൻ കഴിയും. മാഷാ അല്ലാഹ്. അത് പകലുള്ള ഇബാദത്തിനെയല്ല അല്ലാഹ് പ്രത്യേകം രാത്രിയുള്ള ഇബാദത്തിനെ എടുത്തു പറഞ്ഞത്. വല്ലൈലി ഇദാ യഗ്ശാഹാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രാത്രിയുള്ള അമലുകളെ, ഇബാദത്തുകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലൈലി ഇദാ യഗ്ശാഹ, പിന്നെ വസ്സമാഇ വമാ ബനാഹാ, ആകാശത്തെ കൊണ്ട് സത്യം, വമാ ബനാഹ, അതിനെ നിർമ്മിച്ച ശക്തിയെ കൊണ്ട് സത്യം. സഹോദരങ്ങളെ, നമ്മൾ സൂര്യനോടൊപ്പമുള്ള സൗരയൂഥ കുടുംബം, ഇതെല്ലാം നമ്മൾ ഈ ക്ലാസ്സുകൾ കേട്ടതെല്ലാം ആകാശത്തിന് താഴെയാണ്. ഒന്നാം ആകാശത്തിന് താഴെയാണ് ആകാശം. പ്രിയമുള്ളവരെ, ആകാശം എന്ന് കേൾക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ആയത്തും മിൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് മുമ്പിലേക്ക് വരുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായിട്ടും ഖൽഖിസ് സമാവാത്, ആകാശഭൂമികളുടെ നിർമ്മാണത്തിലും സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, പകലും രാത്രിയും മാറി മാറി വരുന്നതിലുമുണ്ട്, ലആയാതിൻ ലിഉലിൽ അൽബാബ്, ആർക്ക്? ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ്, അവരാരാണ്? അല്ലദീന, ഒരു കൂട്ടമാണ്, യദ്കുറൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്. ഖിയാമൻ, നിന്നുകൊണ്ടും, വഖുഊദൻ, ഇരുന്നുകൊണ്ടും, പിന്നെ അല്ലദീന യദ്കുറൂന ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുന്ന. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഒരു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുന്നവരാണ്. എന്നിട്ട് അവസാനം അവർ പറയുന്നുണ്ട്, അവരുടെ റിസർച്ചുകൾക്കും ഗവേഷണങ്ങൾക്കും ഒക്കെ ശേഷം അവർ എത്തിച്ചേരുന്നത് എങ്ങോട്ടാണ്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു പടച്ചവനെ. ഫഖിനാ അദാബന്നാർ, ഞങ്ങൾക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നരകത്തിന്റെ തീ ഞങ്ങളെ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, ദായികളായ സഹോദരങ്ങൾ, നമ്മളൊക്കെ ദീനിന്റെ വഴിയിൽ, ദാവത്തിന്റെ വഴിയിൽ, ജമാഅത്തിൽ പുറപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞോളൂ. ശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. മറ്റ് ഖുർആൻ കേൾക്കട്ടെ, എല്ലാം ഖുർആനകത്തിന്റെ സഹോദരങ്ങളെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിൽ ഇറങ്ങിയതിനു ശേഷം പറഞ്ഞു, വൈലുല്ലിമൻ, ഒരു മനുഷ്യന് സർവനാശവും, ഖറഅഹ വലം യതഫക്കർ ഫീഹ, അവൻ ഇതിനെ ഓതി പക്ഷെ അള്ളാഹുവിന്റെ പ്രവിശാലമായ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അവൻ ചിന്തിച്ചില്ല, ഫിക്ർ ചെയ്തില്ല, അവന് സർവനാശം. എന്തിനാ അള്ളാഹു ഇറക്കി തന്നത്? തഫക്കുർ ചെയ്യണം, അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഈ കാണുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഓർമ്മയിൽ പറഞ്ഞെന്നാണ് തോന്നുന്നത്, ഒന്നാം ആകാശം എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു, അതിന്റെ വീതിയോ നീളമൊന്നും ആർക്കും അറിയില്ല.
ഒന്നാം ആകാശത്തേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് രണ്ടാം ആകാശം, അതിനേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് മൂന്നാം ആകാശം, അതിനേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് നാലാം ആകാശം, അതിനേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് അഞ്ചാം ആകാശം. പറയപ്പെടുന്നുണ്ട് ഈ 6 ആകാശങ്ങളും 7-ാം ആകാശത്തിന്റെ എടുത്തു വെച്ചാലും അതിനേക്കാൾ വലുതാണ് 7-ാം ആകാശം. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, ഇതിൽ മുഴുവൻ കോടിക്കണക്കിന് മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കും. അവർ ഇബാദത്തിലാണ്, അവരവരുടെ ജോലികളിലാണ്. വൽമുദബ്ബിറാത്തി അംറ വന്നാസിയാത്തി ഗർഖ വന്നാശിതാത്തി നഷ്ത വസ്സാബിഹാത്തി സബഹ ഫസ്സാബിഖാത്തി സബഖ വൽമുദബ്ബിറാത്തി അംറ. ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടികളിലാണ്. ചില മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന സുജൂദിൽ തന്നെയാണ്, ചില മലക്കുകൾ റുക്കൂഇൽ തന്നെയാണ്, ചില മലക്കുകൾ ഖിയാമിൽ തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ മലക്കുകളെ മുഴുവൻ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നാറുകൊണ്ടാണ് നൂറുകൊണ്ടാണ്? ഇങ്ങോട്ട് നാറുകൊണ്ടാണ് നൂറുകൊണ്ടാണ്? നൂറാണ്. മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് 100 കൊണ്ടാണ്. ആ 100 എവിടെ നിന്നുള്ള നൂറാണ്? അള്ളാഹു നൂറു സമാവാതി വൽ അർദ് മസല നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. ആ മലക്കുകളോടുള്ള സഹവാസം നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ആ 100 കിട്ടുന്നത്. അതാണ് അതിനു വേണ്ടിയുള്ള നമ്മുടെ ഈ ഖുർആന്റെ ദർസ് സഹോദരങ്ങളെ. ഖുർആൻ 100 ആ ഖുർആന്റെ ഹൽക്കകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ 100 നമുക്ക് കിട്ടും. വസ്സമായി വമാ ബനാഹ വൽ അർദി വമാ തൽ. അർദിനെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അർദെന്ന് പറയുന്നത് ആകാശത്തെ നോക്കുമ്പോഴും ഈ ഗാലക്സികളെയും താരാപഥങ്ങളെയും നോക്കുമ്പോൾ ഒന്നുമല്ല, ചെറിയ ഒരു ഗോളം മാത്രമാണ്. ചെറിയൊരു ഗോളം, സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളിൽപ്പെട്ട ഒരു, സൂര്യനോടടുത്ത് നിൽക്കുന്ന ഒരു ചെറിയ ഗോളം അല്ലേ? പ്രത്യേകം ഇതിനടുത്ത് പറയുന്നത്, മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ വിശാലമായ ഖുദ്റത്ത് കൊണ്ട് വൽ അർളി വമാ തഹാഹ, നിവാസയോഗ്യമാക്കി, താമസിക്കാൻ യോഗ്യമാക്കി അള്ളാഹു അതിനെ പരത്തിയിരിക്കുന്നു. ആരും ഒന്നും അറിയുന്നു. ഖുർആനിലെ വേറൊരു ഭാഗത്ത് നോക്ക്, നബയില് അർദിനെ കുറിച്ച് പറഞ്ഞ എന്താ? മിഹാദ, തൊട്ടിലാക്കി. കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന തൊട്ടിലുണ്ടല്ലോ, തൊട്ടിൽ പോലെ അള്ളാഹു ആക്കി. ആരൊന്നും അറിയുന്നില്ല. നമ്മൾ ഭൂമി ഇങ്ങനെ അതിശീക്രം കറങ്ങിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ അറിയുന്നില്ല. സർവശക്തനായ അള്ളാഹുവിന്റെ എത്ര വലിയ ഖുദ്റത്താണ് സഹോദരങ്ങൾ, എത്ര വലിയ ഖുദ്റത്താണ്. ഈ ഭൂമി നാളെ മഹ്ശറയുടെ ഭാഗമായി മാറും. ഈ ലോകമെല്ലാം നശിച്ച് പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സർവ്വതും നശിച്ചു കഴിയുമ്പോൾ പിന്നീട് ഭൂമിയും എന്ത് ചെയ്യും? എല്ലാം നശിക്കും സഹോദരങ്ങൾ, എല്ലാം നശിക്കും. ബാക്കിയാവുന്ന ഏതാണ്? എല്ലാവരുടെയും റൂഹ് പിടിക്കും. പിന്നീട് അർശിനെ ചുമക്കുന്ന മലക്കുകളും 4 മലക്കുകളും ബാക്കിയാവും. പിന്നീട് മലക്കുൽ മൗത്ത് ഇസ്രായേലിനോട് പറയും, അർശിനെ ചുമക്കുന്ന മലക്കുകളെയും റൂഹ് പിടിക്കാൻ പറയും. പിടിച്ചു. പിന്നെ ബാക്കി ഇസ്രാഫീൽ, അസ്രായേൽ, ജിബ്രീൽ എല്ലാവരും റൂഹ് പിടിക്കാൻ പറയും. പിന്നെ ആര് ബാക്കിയാവും? മലക്ക് ഇസ്രായേൽ മാത്രം ബാക്കിയാവും. ആ സമയത്ത് അല്ലാഹ് പറയും, മുത്ത്, നീ മരിക്കാൻ പറയും. പിന്നെ ആര് ബാക്കിയായി? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സഹോദരങ്ങളെ, അള്ളാഹെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ ക്ലാസുകളും ദർസുകളും. അള്ളാഹിനെ ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ സർവാധികാരന്മാർക്കാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പിന്നീട് ആദ്യമായിട്ട് അള്ളാഹു റൂഹ് കൊടുക്കുന്ന ആർക്കാണ്? മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിനുശേഷമാണ് രണ്ടാമത്തെ ഊത്ത് വരുന്നത്. രണ്ടാമത്തെ ഊത്തോടുകൂടി പിന്നീട് ഈ ഭൂമിയുടെ അവസ്ഥയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മാറി, മഹ്ശറയായിട്ട് മാറി. പ്രപഞ്ചം മുഴുവൻ മൊത്തത്തിൽ മഹ്ശറയുടെ ഭാഗമായി. ഈ സൂര്യനും നരകത്തിന്റെ ഭാഗമായി മാറും. ആകാശത്തിൽ അത് പ്രകാശിച്ച് നിൽക്കും. പിന്നെ ഖിയാമത്ത് നാളിൽ അത് 1 മൈൽ മുകളിൽ വരും. പിന്നീട് പറയപ്പെടുന്നുണ്ട് അവസാനം അതിൻ്റെ മന്ത്യം എന്നിങ്ങോട്ടാണ് നരകത്തിന്റെ ഭാഗമാണ്. ഈ സൂര്യനെ ആരാധിച്ചവരൊക്കെ അവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. പിന്നീട് ഈ ഭൂമിയുടെ അവസ്ഥ എന്താ? ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത. എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള കുന്നുകളോ മലകളോ താഴ്വരകളോ ഒന്നുമില്ലാത്ത ഭൂമിയായി മാറും. എന്താണ്? വസ്സമായ വമാ ബനാഹ വൽ അർളി വമാ തഹാഹ. പിന്നെ അല്ലാഹ് പറഞ്ഞ എന്താ സഹോദരങ്ങളെ? വനഫ്സിൻ വമാ സവ്വാഹ. വനഫ്സിൻ, ഒരു ആത്മാവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഒരു ശരീരത്തെ കൊണ്ട് തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ചൊവ്വാക്കിയ, നന്നാക്കിയ, നല്ല ആകാരം നൽകി, നല്ല മനോഹരമായി. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ
അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ നിലയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായ നില. വനഫ്സിൻ വമാ സവ്വാഹ. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ബാക്കി അള്ളാഹു തൗഫീഖ്. സമയം അടുത്ത് വരുന്നില്ലേ? പങ്കുളിക്കാൻ സമയം അല്ലേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുവാണെങ്കിൽ ഒരു 2 ക്ലാസ്സും കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും കൂട്ടിപ്പാ ഇൻഷാ അല്ലാഹ്. സംസ്കാരത്തിന് ശേഷം കുറച്ച് സമയം എല്ലാവരും ഇരിക്കും. നമുക്ക് കുറച്ച് ഓതി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അല്ലാഹ്, നമ്മൾ ഏറ്റവും സൂറത്ത് ശംസിന്റെ മെയിൻ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇത്രയും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ വിളിച്ചറിയിക്കുന്ന ശക്തികളെ കൊണ്ടൊക്കെ ആണയിട്ടതിന് ശേഷം അവസാനമായിട്ട് നഫ്സിലേക്ക് വന്നു. വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ആ നഫ്സിന് അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം. ഫുജൂറും തഖ്വയും രണ്ടും കാണിച്ചു കൊടുത്തു അള്ളാഹു. അതിന്റെ ദുഷ്ടതകളും നാശങ്ങളും ഫുജൂറുകളും മോശത്തരങ്ങളും ഒക്കെ അള്ളാഹു ഇൽഹാമായിട്ടിട്ട് കൊടുത്തു. തഖ്വാഹ, പിന്നീട് അതിന്റെ തഖ്വയും എന്ന് വെച്ചാൽ അതിന്റെ നന്മയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽഹാം. എന്നിട്ട് അള്ളാഹു ഇത്രയും ആണയൊക്കെ എല്ലാം ഇട്ടതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും ആണകൾ അള്ളാഹു ഇട്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ മലർവാടിയിൽ, അതിന്റെ പൂങ്കാവനത്തിൽ, അതിൽ നിന്നും മധു നുകർന്ന്, അതിൽ നിന്നും തേൻ നുകർന്ന്, ഖുർആനിന്റെ മാധുര്യം അനുഭവിച്ച് നമ്മുടെ ജീവിതം ചെലവഴിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ലോകത്തിലെ മുഴുവൻ വിശ്വാസികൾക്കും മുഴുവൻ മനുഷ്യരാശിക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് സംസ്കാരത്തിന് ശേഷം എല്ലാവരും മജ്ലിസിൽ കൂടി ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറൽ ജസാ.